മുൻപ് പത്മ അവാർഡ് വാങ്ങിത്തരാമോ എന്ന് സുരേഷ് ഗോപിയോട് അങ്ങോട്ടാണ് ചോദിച്ചതെന്ന് ഗോപി ആശാൻ. അതെന്നെ കൊണ്ട് കഴിയുന്നതല്ല എന്ന് സുരേഷ് ഗോപി അന്ന് തന്നെ മറുപടിയും പറഞ്ഞിരുന്നു. പിന്നീട് താൻ അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ലെന്നും ഗോപി ആശാൻ വ്യക്തമാക്കി. വിവാദങ്ങൾ മനോവിഷമമുണ്ടാക്കിയെന്നും ഗോപി ആശാൻ പ്രതികരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കുപ്രചരണങ്ങളുടെയും മുനയൊടിക്കുന്നതാണ് ഇപ്പോൾ ഗോപി ആശാൻ്റെ പ്രതികരണം. അതായത് സുരേഷ് ഗോപി തന്നെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്, തന്നെ കൊണ്ട് അതിന് കഴിയില്ല, താൻ അതിനെ ശ്രമിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് താൻ അങ്ങോട്ടാണ് ചോദിച്ചതെന്ന് ഗോപി ആശാൻ വ്യക്തമാക്കുമ്പോൾ CPM ഇതുവരെ എന്താണോ നടത്തിക്കൊണ്ടിരുന്നത് അതെല്ലാം പൊളിയുകയാണ്. കൃത്യമായ വേട്ടയാടൽ തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരെ നടന്നത് എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ്. മനോജ്. തീർച്ചയായും രാജീവ്, ഗോപി ആശാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് സുരേഷ് ഗോപിയോടുള്ള സ്നേഹബന്ധത്തിന്റെ പുറത്ത് മുൻപ് പത്മ അവാർഡ് വാങ്ങിത്തരാമോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. അത് എന്നെ കൊണ്ട് കഴിയുന്നതല്ല എന്ന് സുരേഷ് ഗോപി അന്ന് തന്നെ മറുപടി പറഞ്ഞതായും ഗോപി ആശാൻ പറയുന്നുണ്ട്. സംഭവം ഈ വിവാദമായതോടെ, കാരണം വലിയ വിഷമമാണ് ഗോപി ആശാൻ ഉണ്ടാക്കിയത്. കാരണം സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തിയുമായുള്ള ബന്ധം, ആ ബന്ധത്തിനെ ഈ ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾ വഴി ആ ബന്ധം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത്. കൃത്യമായും സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും തന്റെ വീട്ടിൽ വരാമെന്നും അത് സന്തോഷപൂർവ്വം താൻ സ്വീകരിക്കുമെന്നാണ് ഗോപി ആശാൻ ഇന്ന് രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഈ കുപ്രചാരണങ്ങളോടൊക്കെ മുനയടിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണവും. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു അവാർഡ്, അതായത് പത്മഭൂഷൺ പോലെയുള്ള അവാർഡ് ഇത്തരത്തിൽ കേട്ടതിനു ശേഷം നമുക്ക് തിരിച്ചെത്താം. അറിയാൻ സാധിച്ചു. അവൻ വേഗം പിൻവലിക്കുകയും ചെയ്തു, ഈ ന്യൂസ് കൊടുത്തുള്ളത് പിൻവലിക്കുകയും ചെയ്തു. കാര്യം ഇതാണ്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, പിന്നെ അതിൻ്റെ സ്വന്തം ഇത്രയും കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും സുരേഷ് ഗോപിയും കൂടിയുള്ള ബന്ധം ചെല്ലുന്നതല്ല, കുറച്ച് കൊല്ലങ്ങളായിട്ടേ ഉണ്ട്, മാസങ്ങളായിട്ടുമല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൻ്റെ മുമ്പേ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള കാലം മുതലൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, അങ്ങേറ്റം ബന്ധുവാണ്, അങ്ങേറ്റം സ്നേഹബന്ധം നല്ലോണം പുറത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരുമാണ്. പിന്നെ ഇപ്പം അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് എൻ്റെ അടുത്തേക്ക് വരാൻ ചോദിക്കണ്ടല്ലോ, ഒരാളും ചോദിക്കണ്ട. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുരേഷ് ഗോപിക്ക് എന്നെ കാണാൻ ഒട്ടും സംശയിക്കാതെ തന്നെ വരാം. മനോജ്, എന്തായാലും കൃത്യമായി തന്നെ മറുപടി അദ്ദേഹം നൽകിയിരിക്കുകയാണ്. സുരേഷ് ഗോപിക്കെതിരെ ആരൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത്, ഏത് CPM നേതാക്കളാണോ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്, അതിനൊക്കെ കൃത്യമായ മറുപടി തന്നെയാണ് ഇപ്പോൾ കലാമണ്ഡലം ഗോപി ആശാൻ നൽകിയിരിക്കുന്നത്. രാജീവ്, നേരത്തെ തന്നെ അദ്ദേഹം രാവിലെ തന്നെ ഈ ഒരു ഫേസ്ബുക്ക് വഴി അറിയിച്ചിരുന്നു. കാരണം സുരേഷ് ഗോപിയും താനുമായുള്ള ബന്ധം വർഷങ്ങളായുള്ളതാണ്. അത് അദ്ദേഹത്തിന് എപ്പോ വേണോ തന്റെ വീട്ടിലേക്ക് വരാം, സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്നുള്ള കാര്യവും, അതോടൊപ്പം തന്നെ മുൻപ് ഈ സ്നേഹബന്ധത്തിന്റെ പുറത്ത് അദ്ദേഹത്തോട് ഈ പത്മ അവാർഡ് തനിക്ക് വാങ്ങി തരാമോ എന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അപ്പോൾ തന്നെ അതിന് മറുപടി കൊടുത്തത് തന്നെ കൊണ്ട് കഴിയുന്നതല്ല ഇത്തരത്തിലുള്ള അവാർഡുകൾ വാങ്ങി നൽകൽ, അത് അല്ലെങ്കിൽ അത് തന്റെ ജോലിയല്ല എന്നുള്ള കാര്യം അത് സുരേഷ് ഗോപി തന്നെ വ്യക്തമായും അതിന് മറുപടി കൊടുത്തിരുന്നുവെന്നും പിന്നീട് അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ലെന്നും ഗോപി ആശാൻ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ കൃത്യമായും ഈ വിവാദങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ്. കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ള ഈ ഒരു സമയത്ത് വലിയ തരത്തിലുള്ള വിവാദങ്ങളാണ് ഈ CPM കേന്ദ്രങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ പടച്ചുവിടുന്നത്. ഇതിലൊക്കെ തന്നെ ഗോപി ആശാനെ പോലുള്ള, അതായത് സുരേഷ് ഗോപിക്ക് ഗുരുതുല്യനായിട്ടുള്ള ഒരു മനുഷ്യനെ അവരുടെ ഒരു ബന്ധത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇത്തരം കുപ്രചാരങ്ങൾ നടത്തുന്നവർക്ക് മറുപടി അത് സുരേഷ് ഗോപി തന്നെ നേരത്തെ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഗോപി ആശാൻ തന്നെ അദ്ദേഹവുമായുള്ള ബന്ധവും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കുള്ള മറുപടിയും നൽകുന്നത്. എന്തായാലും ഈ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തന്നെ നമുക്കറിയാം സുരേഷ് ഗോപിയുമായുള്ള വലിയൊരു സ്നേഹബന്ധമാണ്, അത് ഇനിയും തുടരും, അത് സന്തോഷപൂർവ്വം തന്നെ അദ്ദേഹം എപ്പോൾ വളരെ കൃത്യമായ മറുപടി തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. മുൻപ് പത്മ അവാർഡ് വാങ്ങിത്തരാമോ എന്ന് സുരേഷ് ഗോപിയോട് താൻ അങ്ങോട്ടാണ് ചോദിച്ചതെന്ന് ഗോപി ആശാൻ വ്യക്തമാക്കുന്നു. അതെന്നെക്കൊണ്ട് കഴിയുന്നതല്ല എന്ന് സുരേഷ് ഗോപി മറുപടിയും പറഞ്ഞിരുന്നു. പിന്നീട് താൻ അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ലെന്നും ഗോപി ആശാൻ വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് കണ്ടത്.